ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ നല്ലവളെ പോലെ നടിച്ചാലേ ഈ പാവം അത് വിശ്വസിക്കായിരിക്കും. മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കാനായിട്ട് ഇറങ്ങണ്ട. നീ പുറത്തു പോ. സീതാ മാഡം വഴി ശ്യാമ മാഡത്തിന് ഒരു ശുപാർശ കിട്ടിയ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അതർ ലാംഗ്വേജിൽ എനിക്കൊരു സിനിമ കിട്ടും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടിയ ഞാൻ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ചേച്ചിയെ പോലും. അതല്ല, ഞാൻ പറയുന്നത് നിഷേധിക്കാനാ ഉദ്ദേശമെങ്കിൽ ചേച്ചി പോയിക്കോ. കുടുംബജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും എനിക്കൊരു നേട്ടമില്ലാന്ന് എപ്പോഴെങ്കിലും ഒരു മൂലയിലിരുന്ന് ഞാൻ ആലോചിച്ചോളാം. മോളെ, നീ വിഷമിക്കണ്ട. ഞാൻ നിന്നെ ഫിദാമരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. പിന്നെ മ്യൂസിക് സ്കൂളിന്റെ അന്തരീക്ഷം വളരെ ഒതുങ്ങിയതാ. ആ ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അവർക്ക് മുഷിക്കലെന്നും തോന്നരുത്. ഓ ശരി. പിന്നെ ലൊക്കേഷനിലുണ്ടായ സംഭവങ്ങളൊക്കെ അവരെന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതാ. ചിലപ്പോ ഫിദാ മാഡം അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. നീ പ്രതികരിക്കാനൊന്നും പോകരുത്. നമ്മുടെ അമ്മ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മ സംസാരിക്കുന്ന പോലെ എന്ന് കരുതിയാൽ മതി. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. ഈ ഒരു കാര്യം ഒന്ന് സാധിച്ചു തന്നാലേ ഞാൻ ജീവിതകാലത്ത് എപ്പോഴും ചേച്ചിയോട് നന്ദിയുള്ളവളായിരിക്കും. നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട. നമ്മുടെ തമ്മിൽ എന്തിനാ അത്? ശരി, നീ ഇപ്പോ റെഡിയായിട്ട് വാ. റെഡിയാവാനൊന്നുമില്ല, വാ നമുക്ക് പോവാം. വാ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ ചെക്ക് ചെയ്യായിരുന്നു. 2 വർഷത്തിന് മുമ്പ് വരെ വളരെ കൃത്യമായ ഒരു ലാഭവിഹിതം നമ്മളിതിൽ കാണിച്ചിരുന്നു. ബട്ട് ലാസ്റ്റ് 2 years അല്പം പ്രശ്നത്തിലാണല്ലോ. വാട്ട് ഹാപ്പൻഡ്? സാർ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? കാര്യമുണ്ടെങ്കിൽ അത് പറയണമല്ലോ. യാഥാർത്ഥ്യം എന്താണെങ്കിലും ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടല്ല. കഴിഞ്ഞ 2 വർഷമായി എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ചന്ദ്രശേഖരൻ സാറും അദ്ദേഹത്തിന്റെ മകനുമാണ്. പല കാര്യങ്ങൾ ഒരു ക്രമം വിട്ട് ചെയ്യുമ്പോൾ ഞാനത് തടയാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ വളരെ മോശമായ നിലപാടായിരുന്നു എന്നോട് രണ്ടുപേരും കാണിച്ചത്. എന്നിട്ട് താൻ എന്തുകൊണ്ട് എന്നെ അത് അറിയിച്ചില്ല? സാർ, അത് അറിയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. അത് നല്ലൊരു ഉത്തരവല്ല മിസ്റ്റർ പവിത്രൻ. നിങ്ങളെ ഇവിടെ നിയമിച്ചതും നിങ്ങൾക്ക് ശമ്പളം തരുന്നതും അച്ഛനല്ലേ? സോ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് അച്ഛനോട് അറിയിക്കണ്ടേ? ഐ എം സോറി സാർ. അവർ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു വേറൊരു സാർ ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും ചിത്രത്തിൽ അവരില്ലല്ലോ. പവിത്രന്റെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യത്തിനും പണവും സമയവും ചെലവഴിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. സാർ, തൊഴിലാളികളെ കൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡുണ്ട്. ഇനി മാനേജ്മെന്റ് സൈഡിൽ നിന്നും പറയാൻ മറന്നുപോയി. ഇനി മുതൽ സൂര്യ ആയിരിക്കും എസ്റ്റേറ്റിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നത്.
കുറെ ഡീറ്റെയിൽസ് ഒക്കെ വരുൺ സൂര്യക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി പവിത്രന്റെ കയ്യിലാണ്. സൂര്യ, നീ എന്തു പറയുന്നു? നഷ്ടങ്ങളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാച്ച. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു ടാർഗറ്റ് തരാം. വിത്തിൻ 8 months ഇവിടെ കാര്യങ്ങൾ നേരെ ചൊവ്വയായി എന്ന് എനിക്ക് റിപ്പോർട്ട് തരണം. സൂര്യ സാർ കൂടെ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല സാർ. ആ, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാം. സൂര്യയും സൂര്യയുടെ ഭാര്യയും ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനും വരുണും പെട്ടെന്ന് തന്നെ മടങ്ങും. പെട്ടെന്ന് പോവാച്ചാ. ആ, പോകും. എന്താ? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്താലോ എന്ന് ആലോചിച്ചപ്പോ. അപ്പോ എസ്റ്റേറ്റിന് സൂര്യയാണ് ചുമതല. വെൽക്കം സാർ. നാളെ തൊഴിലാളികളെല്ലാം വിളിച്ചു കൂട്ടാം. മാനേജ്മെന്റിന്റെ മാറ്റം അവരെ ബോധ്യപ്പെടുത്തണമല്ലോ. രാധിക എന്തിനാ ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് ഫിദ മാഡത്തിനെ ഒന്ന് പരിചയപ്പെടാനാ. ഫിദയ്ക്ക് നിന്നെ നല്ല പരിചയമുണ്ടല്ലോ. അന്ന് ലൊക്കേഷനിൽ വെച്ച് നീ കാണിച്ചതൊക്കെ ഫിദ നേരിട്ട് കണ്ടതല്ലേ. അതിന് മാപ്പ് ചോദിക്കാൻ കൂടിയാ ഞാൻ വന്നത്. സ്വന്തം സഹോദരിയെ കൊല്ലാൻ ശ്രമിക്കുന്നതും കള്ളിയാക്കാൻ ശ്രമിക്കുന്നതൊക്കെ മാപ്പ് അർഹിക്കാത്ത തെറ്റാ. നീ നല്ലവളെ പോലെ നടിച്ചാലേ ഈ പാവ അത് വിശ്വസിക്കായിരിക്കും. മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കാനായിട്ട് ഇറങ്ങണ്ട. നീ പുറത്തു പോ. മാഡം, പ്രിയങ്ക ഇപ്പം അങ്ങനെയൊന്നും അല്ല. അവളിപ്പം നല്ല രീതിയിൽ എന്നോട് പെരുമാറുന്നത്. അതാ ഫിദ മാഡത്തിനെ കാണുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ കൂട്ടിയേ. രാധിക, വളരെ മാന്യമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം ഇത്. ഇവിടെ ഞാൻ ആവശ്യമില്ലാത്ത ആളുകളെ പെർമിറ്റ് ചെയ്യില്ലെന്ന് കുട്ടിക്കറിയില്ലായിരുന്നോ? ആ മാഡം, പ്രിയങ്ക വന്നത് ഫിദയോട് സോറി പറയാനാണത്രേ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനത് വിശ്വസിക്കുകയില്ല.